ഹായ് ഓൾ, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മയിലേക്ക് വരുന്നത്? എനിക്കാണെങ്കിൽ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് വീട്ടിൽ സ്റ്റാർ തൂക്കുന്നതും അതുപോലെ തന്നെ അവധിക്ക് മുന്നേ ഉള്ള സ്കൂളിലെയും കോളേജിലെയൊക്കെ ക്രിസ്മസ് സെലിബ്രേഷനും കേക്ക് മുറിക്കലും ക്രിസ്മസ് പാപ്പ വരുന്നതും അതുപോലെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്തവണയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അധികം സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നുമില്ല, എന്നാലും നമ്മളുള്ളതുപോലെ ആഘോഷിക്കുകയാണ് കേട്ടോ. വീട്ടിൽ സ്റ്റാറൊക്കെ വെച്ചു, ട്രീ ഒക്കെ ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ട്രീ ഒന്നും അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പടക്കമൊക്കെ കിട്ടി, അതൊക്കെ പൊട്ടിക്കുകയാണ്. വീട്ടിൽ അച്ഛൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയതുകൊണ്ട് തന്നെ ഞാനും അമ്മയും വല്യമ്മയും കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. എല്ലാ തവണയും ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അവിടെ ചേട്ടായി ഒരുപാട് പടക്കങ്ങളൊക്കെ കൊണ്ടുവരും. എനിക്കാണെങ്കിൽ ഈ പടക്കം പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അമ്മയാണ് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കും നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കാനും കമ്പിത്തിരി കത്തിക്കാനും ഒക്കെ കൊടുത്തു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് കമ്പിത്തിരി കത്തിക്കാനും അതുപോലെ തന്നെ പൂക്കുറ്റിയും പിന്നെ ഈ ചക്രമാണ്. ഇത് മൂന്നുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടുന്ന ഒരു പടക്കില്ലേ, അതും എനിക്കിഷ്ടമാണ്. പിന്നെ വലിയ അപകടം പിടിച്ച പടക്കങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഈ ഗുണ്ടും അതുപോലെ ഭയങ്കര സൗണ്ടൊക്കെ ഉള്ള അതൊന്നും ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഈ മാലപ്പടക്കം എടുത്തിട്ട് ഓരോന്ന് ഇങ്ങനെ കത്തിച്ചെറിയുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. അമ്മയ്ക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു തോന്നുന്നു കേട്ടോ ഇട്ടാപ്പൊട്ടിയുടെ. എന്തായാലും ഇടയ്ക്ക് അമ്മയ്ക്കിട്ടും ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു ഇട്ടാപ്പൊട്ടി വെച്ചിട്ട്. ഇനിയും ബാക്കി പടക്കമൊക്കെ ഉണ്ട്, അത് നമ്മൾ വീണ്ടും വേറൊരു ദിവസം പൊട്ടിക്കുന്നതായിരിക്കും.